കേരള യൂണിവേഴ്സിറ്റി PG അപേക്ഷിക്കാനായി ആദ്യമേ ഗൂഗിളിൽ സ്ക്രീനിൽ കാണുന്ന URL ടൈപ്പ് ചെയ്യുക. കേരള യൂണിവേഴ്സിറ്റി അഡ്മിഷനിൽ ക്ലിക്ക് ചെയ്യുക. PGക്ക് അപേക്ഷിക്കാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന PG അഡ്മിഷൻ ടു PG പ്രോഗ്രാം ഇൻ അഫിലിയേറ്റഡ് കോളേജസ് ടു ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. ന്യൂ രജിസ്ട്രേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷനായി അപേക്ഷിക്കുന്ന ആളുടെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID എന്നിവ നൽകുക. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ സ്ക്രീനിൽ ദൃശ്യമാകും. തുടർന്നുള്ള ആവശ്യങ്ങൾക്കായി ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ എഴുതി വെക്കുക. അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ ക്ലിക്ക് ഹിയർ എന്ന് കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയായിരിക്കും നിങ്ങളുടെ പാസ്വേഡ്. ലോഗിൻ ചെയ്തതിന് ശേഷം ഓൺലൈൻ രജിസ്ട്രേഷന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഓൺലൈൻ രജിസ്ട്രേഷനായി 7 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് കാൻഡിഡേറ്റ് പ്രൊഫൈൽ രജിസ്ട്രേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് അക്കാഡമിക് പ്രൊഫൈൽ രജിസ്ട്രേഷൻ. തേർഡ് സ്റ്റെപ്പ് ആഡ് ആൻഡ് ചേഞ്ച് ഓപ്ഷൻ. ഫോർത്ത് സ്റ്റെപ്പ് പേയ്മെൻറ്റ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ. സ്റ്റെപ്പ് 6 വെരിഫൈ ദ ആപ്ലിക്കേഷൻ. സ്റ്റെപ്പ് 7 പ്രിൻ്റ് ഔട്ട് ഓഫ് കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനായി പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ്റെ ആദ്യ സ്റ്റെപ്പായ കാൻഡിഡേറ്റ് പ്രൊഫൈൽ രജിസ്ട്രേഷൻ. ഇതിനായി വിദ്യാർത്ഥികളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആദ്യം നൽകുക. നെയിം ഓഫ് ആപ്ലിക്കൻറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ആർ യു കേരളൈറ്റ്. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ എസ് ക്ലിക്ക് ചെയ്യുക. കേരളത്തിന് പുറമേയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നോ എന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നാഷണാലിറ്റി ഇന്ത്യൻ, പിന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള മൊബൈൽ നമ്പർ, നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൺഫേം ചെയ്യാൻ അത് ഒന്നും കൂടെ ടൈപ്പ് ചെയ്യുക. അടുത്തതായി ലാൻഡ് ഫോൺ നമ്പർ, ഇത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അടുത്തത് ഇമെയിൽ ID. ഇമെയിൽ IDയും ഫോൺ നമ്പറും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം തുടർന്നുള്ള വിവരങ്ങളെല്ലാം ഫോൺ നമ്പറിൽ അല്ലെങ്കിൽ ഇമെയിൽ IDയിലായിരിക്കും ലഭിക്കുക. നിങ്ങളുടെ അഡ്രസ്സ്, വീട്ടുപേര്, സ്ഥലം, ജില്ല എന്നിവ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ സ്റ്റേറ്റ് കേരള, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, ഫാദർ അല്ലെങ്കിൽ ഗാർഡിയൻ നെയിം എന്നിവ ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യുക. അടുത്തതായി റിസർവേഷൻ ഡീറ്റെയിൽസ്. അതിനായി നിങ്ങളുടെ റിലീജിയൻ, കാസ്റ്റ്, കാറ്റഗറി എന്നിവ നൽകേണ്ടതാണ്. അതിനുശേഷം അലോട്ട്മെൻറ്റ് കാറ്റഗറി എന്നുള്ളിടത്ത് ജനറൽ മെറിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി OEC ആണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ. EWS കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോയിൽ ക്ലിക്ക് ചെയ്യുക. EWS കാറ്റഗറി എന്താണെന്നറിയാൻ സൈഡിൽ കാണുന്ന EWS റൂൾസിൽ ക്ലിക്ക് ചെയ്യുക. മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് EWS റിസർവേഷന് അർഹതയുള്ളവർ. അടുത്തതായി സ്പെഷ്യൽ വെയിറ്റേജ് ഡീറ്റെയിൽസ്. NCC അല്ലെങ്കിൽ NSS പോലുള്ള സംഘടനയിൽ പ്രവർത്തിച്ചവരാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി മിസ്സെലീനിയസ് ഡീറ്റെയിൽസ്. ആർ യു എ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്? അങ്ങനെയുള്ളവരാണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോയിൽ ക്ലിക്ക് ചെയ്യുക.
അടുത്തതായി നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ കലാതിലകം അല്ലെങ്കിൽ കലാപ്രതിഭ ആയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവർ എസ് അല്ലെങ്കിൽ ഇല്ലാത്തവർ നോയിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി റിസർവേഷൻ ഫോർ നോമിനീസ്. ലക്ഷദ്വീപ് യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ വിഡോസ്, വാർഡ്സ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ, കിൽഡ് ഓർ ഡിസേബിൾഡ് അല്ലെങ്കിൽ മലയാളി സ്റ്റുഡൻസ് ഓഫ് ആൻഡമാൻ എന്നുള്ളവർ ക്ലിക്ക് ചെയ്യുക. ഇതിലൊന്നും ഉൾപ്പെടാത്തവർ നോട്ട് ആപ്ലിക്കബിൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നിങ്ങൾ ഏതെങ്കിലും സ്പോർട്സ് കോമ്പറ്റീഷനിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസിൽ ക്ലിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നോയിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിലെ സെക്കൻഡ് സ്റ്റെപ്പാണ് അക്കാഡമിക് രജിസ്ട്രേഷൻ. ഇതിനായി നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ പേര്, ഈ സ്ക്രീനിൽ കാണുന്ന യൂണിവേഴ്സിറ്റികളിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നിങ്ങൾ ഡിഗ്രി പഠിച്ചത് ആ യൂണിവേഴ്സിറ്റി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ പേര് ലിസ്റ്റിലില്ലെങ്കിൽ അതർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് ടൈപ്പ് ചെയ്യുക. ഇയർ ഓഫ് ജോയിനിങ് UG, അതായത് ഡിഗ്രി നിങ്ങൾ ചേർന്ന വർഷം. സെലക്ട് UG ടൈപ്പ്, അതായത് BCA, BCom, BBA, BSc ഇതിലേതാണോ നിങ്ങളുടെ ഡിഗ്രി അതിൽ സെലക്ട് ചെയ്യുക. അടുത്തതായി സെലക്ട് യുവർ UG പ്രോഗ്രാം, അതായത് നിങ്ങൾ ഡിഗ്രി എടുത്ത ഏത് സബ്ജക്റ്റിലാണ്, അതായത് BSc അഗ്രികൾച്ചർ, BSc ആന്ത്രപ്പോളജി, BSc സുവോളജി, BSc ബോട്ടണി, BSc കെമിസ്ട്രി ഇതിലേതായിരുന്നു നിങ്ങളുടെ ഡിഗ്രി കോഴ്സ് അത് സെലക്ട് ചെയ്യുക. അടുത്തതായി നമ്പർ ഓഫ് അപ്പിയറൻസ്, അതായത് ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ 1 എന്ന് കൊടുക്കാവുന്നതാണ്. അടുത്തതായി നിങ്ങളുടെ എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഡിഗ്രി പാസ് ഔട്ടായ ഇയർ സെലക്ട് ചെയ്യുക. അടുത്തതായി പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ പാസ്ഡ്, അത് ഡിഫോൾട്ടായി തന്നെ കിടക്കുന്നതാണ്. അത് കഴിഞ്ഞ് സ്പെസിഫൈ യുവർ മാർക്ക് സിസ്റ്റം, ഡിഫോൾട്ടായി തന്നെ മാർക്ക് സിസ്റ്റം എന്ന ഓപ്ഷൻ വരുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ മാർക്ക് ടൈപ്പ് ചെയ്യുക. പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ്, നിങ്ങൾ ഡിഗ്രി ലെവലിൽ പഠിച്ച സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ അത്. പാർട്ട് 3യിലുള്ളത് മെയിൻ 1, അതായത് നിങ്ങൾ ഡിഗ്രി ലെവലിൽ പഠിച്ച മെയിൻ കോഴ്സ്. പിന്നെ അതിൻ്റെ കൂടെ പഠിച്ച സബ്സിഡിയറി കോഴ്സസ്, സബ്സിഡിയറി 1, 2 അതായത് കോംപ്ലിമെൻ്ററി കോഴ്സസ്. ഈ സബ്ജക്റ്റുകളുടെ എല്ലാം മാക്സിമം മാർക്കും നിങ്ങൾക്ക് ലഭിച്ച മാർക്കും നൽകുക. ഇതിലെ ഏതെങ്കിലും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3യിലെ സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കാത്തവയുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കിൻ്റെ അവിടെ 00 എന്ന് നൽകാവുന്നതാണ്. അടുത്തതായി ടോട്ടൽ ഓഫ് പാർട്ട് 3. പാർട്ട് 3യിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ ടോട്ടൽ മാർക്സ് ഒബ്റ്റെയിൻഡും ടോട്ടൽ മാക്സിമം മാർക്കും നൽകുക. അടുത്തതായി അഡീഷണൽ ക്വാളിഫിക്കേഷൻ. താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഓപ്ഷനിൽ നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി രജിസ്ട്രേഷൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ആഡ് യുവർ ഓപ്ഷൻസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജും ഇവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. മാക്സിമം 20 ഓപ്ഷൻ വരെ കൊടുക്കാവുന്നതാണ്. നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഓപ്ഷനുകളെല്ലാം കൊടുത്തതിന് ശേഷം മാത്രം പ്രിവ്യൂ ആൻഡ് വെരിഫൈ കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളെക്കാളും സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, UITS കോളേജുകൾക്ക് ഫീസ് സ്ട്രക്ചർ കൂടുതലായിരിക്കും. നിങ്ങൾ PGക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ്, കോളേജ് എന്നിവ സെലക്ട് ചെയ്യുക. കോഴ്സും കോളേജും സെലക്ട് ചെയ്തതിന് ശേഷം അടുത്ത ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് യുവർ ഓപ്ഷൻസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ രണ്ടാമത് വെക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സും കോളേജും സെലക്ട് ചെയ്യുക. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സും കോളേജും സെലക്ട് ചെയ്ത ശേഷം
പ്രിവ്യൂ ആൻഡ് വെരിഫൈ കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനാണെങ്കിൽ റീഅറേഞ്ച് ചെയ്യേണ്ട ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആ ഓപ്ഷൻ മേലോട്ടാണ് റീഅറേഞ്ച് ചെയ്യേണ്ടെങ്കിൽ മേപ്പോട്ടുള്ള ആരോയും താഴോട്ട് റീഅറേഞ്ച് ചെയ്യേണ്ടെങ്കിൽ താഴോട്ടുള്ള ആരോയും ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ താല്പര്യമനുസരിച്ച് കോഴ്സും കോളേജും കൊടുത്ത ശേഷം സേവ് ആൻഡ് റീഫ്രഷ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഹാവ് യു കംപ്ലീറ്റഡ് ആഡിങ് ഓൾ യുവർ ഓപ്ഷൻ? ആർ യു ഷുവർ ടു കണ്ടിന്യൂ എന്ന് കാണുന്ന അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ്റെ 4ാമത്തെ സ്റ്റെപ്പ് ഫീ പേയ്മെൻറ്റ്. ഫീ പേയ്മെൻറ്റ് സമയത്ത് റിഫ്രഷ് അടിക്കുകയോ ബാക്ക് ചെയ്യുകയോ ചെയ്യരുത്. രജിസ്ട്രേഷൻ ഫീ ജനറൽ അല്ലെങ്കിൽ SC/BC കാൻഡിഡേറ്റ്സിന് 700 രൂപയും SC/ST കാൻഡിഡേറ്റ്സിന് 400 രൂപയുമാണ്. ഫീ പേയ്മെൻറ്റിന് ശേഷം 5ാമത്തെ സ്റ്റെപ്പായ അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ. ഫോട്ടോയുടെ സ്പെസിഫിക്കേഷൻ 150 പിക്സൽ വിഡ്ത്തും 200 പിക്സൽ ഹൈറ്റും 40 KB സൈസ്, JPG ഫോർമാറ്റ് ഉള്ളി. And photo must be clear with white background. Signature specification 150 പിക്സൽ വിഡ്ത്തും 60 പിക്സൽ ഹൈറ്റും 40 KB സൈസ്, JPG ഫോർമാറ്റ് only. Signature should be clear. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് 6 വെരിഫൈ ദ ആപ്ലിക്കേഷൻ. കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്തിട്ട് പ്രിവ്യൂ ആൻഡ് വെരിഫൈ കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് 7 പ്രിൻ്റ് ഔട്ട് ഓഫ് ദ കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഭാവി ആവശ്യങ്ങൾക്കായി സൂക്ഷിക്കുക.